ഗുഡ് മോർണിംഗ്. പ്രഭാത വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻസി കണ്ണൻ. ഇന്ന് ഫെബ്രുവരി 27 ചൊവ്വാഴ്ച. മലയാള മാസം കുംഭം 14. വാർത്തകളിലേക്ക് വിശദമായി കടക്കാം. മൂന്നാറിൽ കാട്ടാനയാക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധം ശക്തം. KDH വില്ലേജ് പരിധിയിൽ LDF ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. കന്നിമല എസ്റ്റേറ്റിലെ ഓട്ടോറിക്ഷ ഡ്രൈവർ മണി എന്ന സുരേഷ് കുമാറാണ് ഇന്നലെ രാത്രി കൊല്ലപ്പെട്ടത്. കന്നിമല ടോപ്പ് സ്റ്റേഷനിൽ വെച്ചാണ് മണി ഓടിച്ചിരുന്ന ഓട്ടോറിക്ഷ കാട്ടാന ആക്രമിച്ചത്. ഓട്ടോയിലുണ്ടായിരുന്ന 2 പേർക്ക് പരിക്കേറ്റു. കാട്ടാനാക്രമണത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ഇന്ന് റോഡ് ഉപരോധിക്കും. മറ്റ് പ്രതിഷേധങ്ങൾക്കും സാധ്യതയുണ്ട്. யானை நின்றுச்சு. அங்கிருந்து வந்ததே சரின்னு துப்பிச்சங்கைட்டு அப்படியே அமிக்கிருச்சு. அந்த அண்ணன் அப்படியே கீழே விழுந்துருச்சு. டிரைவர் அண்ணன் 2 திண்டிக்காரவங்க அப்படியே வெளியே போயிட்டாங்க. எங்கள் வீட்டுக்காரர் கொஞ்ச நேரம் கழிச்சு அந்த கம்பி எல்லாம் சேர்ந்து அப்படியே அந்த கொம்போடு அமிக்கிருச்சு. நானும் என் பிள்ளை எல்லாரும் கத்தணும். തുടർച്ചയായി ഇത് മുടിവ് വരുന്ന വരയ്ക്കും നമ്മൾ സമാജി എസ്റ്റേറ്റ് മേഖലകളിൽ കഴിഞ്ഞ കുറേ മാസങ്ങളായി വന്യമൃഗങ്ങളുടെ ആക്രമണത്തിലൂടെ ജീവഹാനികൾ സംഭവിക്കുന്നത് നിത്യസംഭവമാണ്. ഇത് നിത്യസംഭവമായതോടെ ഇതിനെതിരെ ശക്തമായ പരിപാടികൾക്ക് കോൺഗ്രസ് പ്രസ്ഥാനം നേതൃത്വം നൽകുന്നതോടൊപ്പം തന്നെ റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള സമരങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. രാഹുൽ വിജയ് നൽകും ഇടുക്കിയിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങൾ. രാഹുൽ, ഇന്നലെ രാത്രിയാണ് ഈ ആക്രമണം ഉണ്ടായത്. അതിലാണ് ഒരാൾ കൊല്ലപ്പെട്ടതും. ഓട്ടോ ഡ്രൈവറാണ്. ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കവെയാണ് ആനയെ ആക്രമിച്ചത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ആ മേഖലയിൽ കാട്ടാനശല്യം രൂക്ഷമായി തന്നെ തുടരുന്നുണ്ട്. ജനവാസ മേഖലയിൽ സ്ഥിരമായി കാട്ടാനകൾ ഇറങ്ങുന്നുമുണ്ടല്ലോ. ഇന്നിപ്പോൾ പ്രതിഷേധങ്ങളുണ്ട്. ഒപ്പം ഹർത്താലിനും ആഹ്വാനം ചെയ്തിട്ടുള്ള പരിധിയിൽ വിവരങ്ങൾ. പ്രജിൻ, ഇന്നലെ രാത്രി 9:30 ഈ കാട്ടാന ആക്രമണത്തിൽ സുരേഷ് കുമാർ എന്ന മണി കൊല്ലപ്പെടുന്നത്. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകും വഴി കന്നിമല എസ്റ്റേറ്റിൽ വെച്ച് ഇവർ സഞ്ചരിച്ചിരുന്ന ഓട്ടോ ആക്രമിക്കുകയായിരുന്നു. ഓട്ടോ പൂർണ്ണമായും കുത്തിമറിച്ചിട്ടു. അതിനുശേഷം ഈ വാഹനത്തിലുണ്ടായിരുന്ന ഓട്ടോയിലുണ്ടായിരുന്ന മണിയെ പുറത്തേക്ക് വലിച്ച് തുമ്പിക്കൈ കൊണ്ട് ചുറ്റി നിലത്തടിച്ചു എന്നുള്ളതാണ് കൂടെ ഉണ്ടായിരുന്നവർ പറയുന്നത്. മാത്രമല്ല, ഈ ഓട്ടോയിൽ മറ്റ് 4 പേർ കൂടി ഉണ്ടായിരുന്നു. ആ ഓട്ടോയിലുണ്ടായിരുന്ന എസക്കി രാജ, അതുപോലെ തന്നെ റെജീനയുടെയും എസക്കി രാജയുടെയും മകൾ പ്രിയ എന്നിവർക്കും പരിക്കേറ്റിട്ടുണ്ട്. അവർ മൂന്നാർ ടാറ്റ ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുകയാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ കാട്ടാന ആക്രമണത്തിൽ പ്രതിഷേധിച്ചാണ് ഇന്ന് മൂന്നാറിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. മൂന്നാർ KDH വില്ലേജ് പരിധിയിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. LDFന്റെ നേതൃത്വത്തിലാണ് ഈ ഹർത്താൽ ഇവിടെ നടക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ കോൺഗ്രസും പല പ്രതിഷേധ പരിപാടികളും ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട്. എന്തായാലും റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്നിവിടെ ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം കഴിഞ്ഞ 1 മാസത്തിനിടെ 2 പേർ ഈ മൂന്നാർ മേഖലയിൽ മാത്രം മരിച്ചിട്ടുണ്ട്. 2 മാസത്തിനിടെ ഇടുക്കിയിൽ ആകെ നോക്കിയാൽ 4 മരണമാണ് ഈ കാട്ടാന ആക്രമണത്തിൽ ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും പ്രതിഷേധം കനക്കുക തന്നെ ചെയ്യും. എന്തായാലും ഇന്ന് മൂന്നാറിൽ ഹർത്താൽ ആയതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള പ്രതിഷേധം ഒരു വശത്ത് നടക്കും. മാത്രമല്ല, വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇന്നലെ ഈ സംഭവ സ്ഥലത്ത് എത്താൻ വൈകി എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു പരാതി ഈ നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ട്. അതിൻ്റെ ഒരു പ്രതിഷേധവും ശക്തമാകാനുള്ള സാധ്യതയാണ് നിലവിൽ ഇപ്പോൾ എന്തായാലും കാണുന്നത്. മാത്രമല്ല, നിലവിൽ ഈ എസക്കി രാജയും റെജീനയും മകൾ പ്രിയയും ടാറ്റ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. ഈ മണിയുടെ മൃതദേഹം ടാറ്റ ഹോസ്പിറ്റലിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിനായി അത് ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്യും. ഇവർ സഞ്ചരിച്ച വാഹനത്തിന്റെ ദൃശ്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ ഭീകരത തോന്നുന്ന ഒന്ന് തന്നെയാണ്. കാരണം ആ വാഹനം പൂർണ്ണമായിട്ടും തകർന്നിട്ടുണ്ട്. ആന അത് കുത്തിമറിച്ചിട്ടിട്ട് അത് പൂർണ്ണമായും നശിപ്പിക്കുന്ന, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ആക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വലിയ അപകടം ഉണ്ടായിരിക്കുന്നു. നാടിനെ വലിയ തരത്തിൽ കണ്ണീരിലാഴ്ത്തുന്ന ഒരു സംഭവം തന്നെയാണ് ഇന്നലെ കന്നിമലയിൽ ഉണ്ടായത് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ശരി, രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തിരുവനന്തപുരത്ത്. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയുടെ സമാപന സമ്മേളനം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. കനത്ത പോലീസ് സുരക്ഷയിലാണ് നഗരം. രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 2 വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ വ്യോമസേനയുടെ ടെക്നിക്കൽ ഏരിയയിൽ രാവിലെ 10 എത്തുന്ന പ്രധാനമന്ത്രി അവിടെ നിന്ന് വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലേക്ക് പോകും. VSSCയിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കും. തുടർന്ന് 12 മണിയോടെ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന കേരള പദയാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 1,00,000 പ്രവർത്തകർ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് BJP നേതാക്കൾ അറിയിച്ചു. റെയിൽവേ വികസനം സംബന്ധിച്ച നിർണായക പ്രഖ്യാപനങ്ങൾ പ്രധാനമന്ത്രി നടത്തിയേക്കും. PC ജോർജിന്റെ കേരള ജനപക്ഷം സെക്യുലറും BJPയുമായുള്ള ലയനപ്രഖ്യാപനവും പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടക്കും.
പ്രധാനമന്ത്രിയുടെ വരവിനോടനുബന്ധിച്ച് നഗരം കനത്ത പോലീസ് സുരക്ഷയിലാണ്. രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 2 വരെയും നാളെ രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 2 വരെയും നഗരത്തിൽ സിറ്റി പോലീസ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. പൊതുസമ്മേളനത്തിന് ശേഷം ഉച്ചയ്ക്ക് 1:20 പ്രധാനമന്ത്രി തമിഴ്നാട്ടിലേക്ക് തിരിക്കും. നാളെ ഉച്ചയോടെ തിരുനെൽവേലിയിൽ നിന്ന് ഹെലികോപ്റ്ററിൽ തിരുവനന്തപുരം വ്യോമസേന ടെക്നിക്കൽ ഏരിയയിൽ തിരികെത്തുന്ന പ്രധാനമന്ത്രി ഉച്ചയ്ക്ക് 1:15 മഹാരാഷ്ട്രയിലേക്ക് പോകും. 24 തിരുവനന്തപുരം. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് എങ്ങനെയൊക്കെയാണ് ഗതാഗത നിയന്ത്രണം നോക്കാം. രാവിലെ 5 മുതൽ ഉച്ചയ്ക്ക് 2 വരെയാണ് നിയന്ത്രണം. വിമാനത്താവളം മുതൽ പൗണ്ട് കടവ് വരെയുള്ള റോഡ്, ഓൾ സെയിൻസ് മുതൽ പുളിമൂട് വരെയുള്ള റോഡ്, സെക്രട്ടേറിയറ്റിനും സെൻട്രൽ സ്റ്റേഡിയത്തിനും ചുറ്റുമുള്ള റോഡ് എന്നിവിടങ്ങളിലാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ പാർക്കിംഗ് നിരോധിച്ചിട്ടുണ്ട്. വിമാനത്താവളത്തിലേക്ക് പോകുന്നവർ വെൺപലവട്ടം, ചാക്ക, വലിയതുറ വഴി പോകണം. രാജ്യാന്തര വിമാനത്താവളത്തിലേക്ക് പോകുന്നവർ വെൺപാലവട്ടം, അനന്തപുരി ഹോസ്പിറ്റൽ സർവീസ് റോഡ് വഴിയും പോകണം. സെൻട്രൽ സ്റ്റേഡിയത്തിൽ എത്തുന്നവർക്ക് പനവിളയിലും ഊറ്റുകുഴിയിലും ആളുകളെ ഇറക്കാം. വാഹനങ്ങൾ ആറ്റുകാൽ ക്ഷേത്ര മൈതാനത്തും ഈഞ്ചക്കൽ തിരുവല്ലം റോഡിന് ഇരുവശത്തും പാർക്ക് ചെയ്യാം. രാജ്യത്തിന്റെ അഭിമാനമായ ഗഗൻയാൻ പദ്ധതിയുടെ ഭാഗമാകുന്ന ബഹിരാകാശ സഞ്ചാരികൾ ആരൊക്കെയെന്ന് ഇന്നറിയാം. തുമ്പ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പേരുകൾ പ്രഖ്യാപിക്കും. ദൗത്യ സംഘത്തിൽ ഉൾപ്പെട്ട മലയാളി ആരാണെന്നാണ് കേരളത്തിന്റെ വലിയ ആകാംക്ഷ. ഇന്ത്യൻ മണ്ണിൽ നിന്ന് ആദ്യമായി ബഹിരാകാശത്തേക്ക് കുതിക്കാനൊരുങ്ങുന്ന ആ 4 പേർ ആരൊക്കെ? 5 വർഷമായി തുടരുന്ന സസ്പെൻസിന് ഇന്ന് വിരാമമാകും. അക്കൂട്ടത്തിൽ ഒരു മലയാളിയുമുണ്ടെന്നത് ആവേശം ഇരട്ടിയാക്കുന്നു. സ്ക്വാഡ്രൺ ലീഡർ റാങ്കിലുള്ള സുഖോയ് അടക്കം ഇന്ത്യയുടെ അത്യാധുനിക യുദ്ധവിമാനങ്ങൾ പറത്തി പരിചയമുള്ള ആളാണ് ആ മലയാളി എന്നാണ് പുറത്തുവരുന്ന വിവരം. അദ്ദേഹം തന്നെയാകും ദൗത്യത്തിന്റെ കമാൻഡർ എന്നാണ് സൂചന. 2019 ബഹിരാകാശ യാത്രയ്ക്ക് വേണ്ടി 4 പേരെ തെരഞ്ഞെടുത്തത്. തുടർന്ന് റഷ്യയിലെ ഗഗാറിൻ കോസ്മോനട്ട് സെന്ററിൽ പ്രാഥമിക പരിശീലനത്തിനയച്ചു. തിരിച്ചെത്തി ബംഗളൂരു കേന്ദ്രമാക്കി പരിശീലനം തുടരുകയാണ്. രാജ്യത്തിന്റെ വിവിധയിടങ്ങളിലായുള്ള വ്യോമസേനാ കേന്ദ്രങ്ങളിലും ഇവർക്കായി പരിശീലനങ്ങൾ നടക്കുന്നുണ്ട്. He is also meeting the astronaut designates who are going to be the part of the Gaganyaan program, the 4 of them. They will be awarded the wings, the logo for them to become the designated astronauts in the Gaganyaan program, and they will also be announced to the nation that these are the people who are going to take on the responsibility of flying for the first time in the mission Gaganyaan. 2025 4 പേരെ ഭൂമിയിൽ നിന്ന് 400 കിലോമീറ്റർ അകലെ ബഹിരാകാശത്ത് അയച്ച് 3 ദിവസത്തിനു ശേഷം തിരികെ എത്തിക്കുക എന്നതാണ് ഗഗൻയാൻ പദ്ധതി. ദൗത്യാംഗങ്ങളുടെ പേരുകൾ പ്രഖ്യാപിക്കുന്നതിനൊപ്പം 3 പ്രധാന പദ്ധതികൾ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. VSSCയിലെ തന്നെ ട്രൈസോണിക് വിൻഡ് ടണൽ, ശ്രീഹരിക്കോട്ട സതീഷ് ധവൻ സ്പേസ് സെന്ററിൽ പൂർത്തിയാക്കിയ PSLVക്കുള്ള ഇന്റഗ്രേഷൻ ഫെസിലിറ്റി സെന്റർ, തമിഴ്നാട്ടിലെ മഹേന്ദ്രഗിരിയിൽ സജ്ജീകരിച്ച സെമി ക്രയോജനിക് ഇന്റഗ്രേറ്റഡ് എഞ്ചിനുകൾക്കുള്ള സ്റ്റേജ് ടെസ്റ്റ് ഫെസിലിറ്റി സെന്റർ എന്നിവയാണ് പൂർത്തിയായ പദ്ധതികൾ. അജീഷ് ജയകുമാർ, 24 തിരുവനന്തപുരം. സംസ്ഥാനത്ത് CPIMന്റെ ലോക്സഭാ സ്ഥാനാർത്ഥികളെ ഇന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. രാവിലെ ചേരുന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അംഗീകാരം നൽകും. ഒരു മന്ത്രി ഉൾപ്പെടെ 4 MLAമാർ പാർലമെന്റിലേക്ക് മത്സരത്തിന് ഇറങ്ങും. CPIM മത്സരിക്കുന്ന 15 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയാണ് ഇന്ന് പ്രഖ്യാപിക്കുക. 4 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളെയും 1 PB അംഗത്തെയും ജില്ലാ സെക്രട്ടറിമാരെയും 1 മന്ത്രിയെയും CPIM പോരിനിറക്കുന്നുണ്ട്. ആറ്റിങ്ങലിൽ ജില്ലാ സെക്രട്ടറിയും MLAയുമായ V. ജോയ്, കൊല്ലത്ത് M. മുകേഷ് MLA, പത്തനംതിട്ടയിൽ ഡോക്ടർ TM തോമസ് ഐസക്, ആലപ്പുഴയിൽ സിറ്റിംഗ് MP AM ആരിഫ് തന്നെ മത്സരിക്കും. ഇടുക്കിയിൽ ജോയ്സ് ജോർജിന് 3-ാം അംഗം, എറണാകുളത്ത് KJ ഷൈൻ എന്ന അപ്രതീക്ഷിത സ്ഥാനാർത്ഥി, ചാലക്കുടിയിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രി C. രവീന്ദ്രനാഥായിരിക്കും മത്സരിക്കുക. ആലത്തൂർ തിരിച്ചുപിടിക്കാൻ മന്ത്രി K. രാധാകൃഷ്ണൻ മത്സരിക്കും. പാലക്കാട് PB അംഗം A. വിജയരാഘവൻ സ്ഥാനാർത്ഥിയാകും. പൊന്നാനിയിൽ മുസ്ലിം ലീഗ് മുൻ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന KS ഹംസയെ പൊതുസ്വതന്ത്രനായി മത്സരിപ്പിക്കാനാണ് തീരുമാനം. മലപ്പുറത്ത് DYFI സംസ്ഥാന പ്രസിഡന്റ് V. വസീഫും കോഴിക്കോട് കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീമും മത്സരിക്കും. വടകരയിൽ K. മുരളീധരനെതിരെ KK ശൈലജയെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. കണ്ണൂരിലും കാസർഗോഡും ജില്ലാ സെക്രട്ടറിമാരായിരിക്കും മത്സരിക്കുക. കണ്ണൂരിൽ MV ജയരാജനും കാസർഗോഡ് MV ബാലകൃഷ്ണനും. CPIM കൂടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതോടെ ഇടതുമുന്നണിയുടെ 20 സ്ഥാനാർത്ഥികളും ഔദ്യോഗിക പ്രചരണം ആരംഭിക്കും. 24 തിരുവനന്തപുരം.
മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നാളെ. പാണക്കാട്ട് ചേരുന്ന നേതൃയോഗത്തിന് ശേഷമായിരിക്കും പ്രഖ്യാപനം. ഇന്ന് നേതാക്കൾ പാണക്കാട്ടെത്തി കോൺഗ്രസ് ലീഗ് ഉഭയകക്ഷി ചർച്ചയുടെ വിശദാംശങ്ങൾ സാദിഖ് അലി ശിഹാബ് തങ്ങളെ ധരിപ്പിക്കും. തങ്ങളുടെ അസൗകര്യമാണ് ഇന്ന് നിശ്ചയിച്ചിരുന്ന സ്ഥാനാർത്ഥി പ്രഖ്യാപനം നാളത്തേക്ക് മാറ്റാൻ കാരണം. ഇതാണ് ഔദ്യോഗികമായി ലഭിക്കുന്ന വിശദീകരണം. എന്നാൽ സീറ്റ് നിർണയത്തിൽ അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ കഴിയാത്തതാണ് പ്രശ്നമെന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട്. KPCC സംഘടിപ്പിക്കുന്ന സമരാഗ്നി ജാഥ ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിക്കും. സമരാഗ്നി സമാപിക്കാൻ 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ കോൺഗ്രസിനുള്ളിലെ മുന്നണിയിലും പലവിധ പ്രശ്നങ്ങൾ പുകയുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന കോൺഗ്രസിനെ സമരാഗ്നിക്ക് ശേഷം കാത്തിരിക്കുന്നത് രാഷ്ട്രീയ അഗ്നിപരീക്ഷ കൂടിയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 1ാം ഘട്ട പ്രചാരണം എന്ന നിലയ്ക്കാണ് സമരാഗ്നി ജാഥ കാസർഗോഡ് നിന്ന് ആരംഭിച്ചത്. സമരാഗ്നിക്കൊപ്പം കോൺഗ്രസിലും UDFിലും പ്രശ്നങ്ങളുടെ ഘോഷയാത്രയായിരുന്നു. മുസ്ലിം ലീഗിന്റെ 3ാം സീറ്റ് ആവശ്യമാണ് പ്രധാന തലവേദന. സമരാഗ്നിക്കിടെ മുസ്ലിം ലീഗ് നേതാക്കളുമായി കോൺഗ്രസ് നേതാക്കൾ പലതവണ ചർച്ച നടത്തി. ഒന്നും ഫലം കണ്ടില്ല. ഏറ്റവും ഒടുവിൽ നടന്ന ഉഭയകക്ഷി ചർച്ച ഫലം കണ്ടോ എന്നറിയാൻ ഇനിയും ഒരു ദിവസം കൂടി കാത്തിരിക്കണം. പെരിങ്ങമല പഞ്ചായത്ത് പ്രസിഡന്റ് പാർട്ടി വിട്ട് CPIMലേക്ക് പോയതും അതേ തുടർന്ന് പഞ്ചായത്തിലെ ഭരണനഷ്ടവും ജാഥയ്ക്കിടെ കോൺഗ്രസിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണ്. സ്വന്തം പഞ്ചായത്തിലെ പാർട്ടി ഭരണം നഷ്ടപ്പെട്ടതിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് തിരുവനന്തപുരം DCC അധ്യക്ഷൻ പാലോട് രവി രാജ്യഭീഷണി മുഴക്കിയതും ഇതിനിടെയാണ്. അതിനിടയിൽ നടന്ന പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൽ UDFന് നേട്ടമുണ്ടാക്കാനും കഴിഞ്ഞില്ല. എല്ലാറ്റിനും ഒടുവിലാണ് വാർത്താസമ്മേളനത്തിനുണ്ടായ സുധാകരൻ സതീശൻ വഴക്ക്. പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ആരംഭിച്ച സമരാഗ്നി ജാഥ അങ്ങനെ അവസാന ജില്ലയിലേക്ക് എത്തുമ്പോൾ പ്രതീക്ഷിച്ച ഫലം കിട്ടിയോ എന്നതിൽ സംശയം ബാക്കി. LDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉൾപ്പെടെ നടത്തി തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാകുമ്പോൾ UDF ഇപ്പോഴും ചർച്ചകളിലാണ്. 24 തിരുവനന്തപുരം. രാജ്യസഭയിലേക്ക് 15 സംസ്ഥാനങ്ങളിൽ നിന്നായി 56 സീറ്റുകളിലേക്ക് പ്രഖ്യാപിച്ച തെരഞ്ഞെടുപ്പ് ഇന്ന്. ഇതിൽ കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി, BJP അധ്യക്ഷൻ JP നദ്ദ അടക്കമുള്ള 41 സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. ഉത്തർപ്രദേശ്, കർണാടക, ഹിമാചൽ പ്രദേശ് എന്നീ 3 സംസ്ഥാനങ്ങളിലെ 15 സീറ്റുകളിലേക്കാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുക. 10 ഒഴിവുകളുള്ള ഉത്തർപ്രദേശിൽ BJP 8ഉം സമാജ്വാദി പാർട്ടി 3ഉം സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിയിട്ടുണ്ട്. R രാധാകൃഷ്ണൻ നൽകും ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ. RK 41 ഇടങ്ങളിൽ നേരത്തെ തെരഞ്ഞെടുക്കപ്പെട്ടതാണ്. അവിടെ മത്സരങ്ങളില്ല. പക്ഷേ മറ്റ് 15 ഇടങ്ങളിൽ അതിൽ എങ്ങനെയാണ് മത്സരം നടക്കുന്നത്? ഇതില് പ്രജിൻ സൂചിപ്പിച്ച ഉത്തർപ്രദേശാണ് ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായിട്ട് മാറുന്നത്. ഉത്തർപ്രദേശിൽ നിന്ന് രാജ്യസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ BJPക്ക് 7 പേരെ വിജയിപ്പിക്കാനായിട്ട് സാധിക്കും. പക്ഷെ അവർ 8 സ്ഥാനാർത്ഥികളെ ഫീൽഡ് ചെയ്തിട്ടുണ്ട്. സമാജ്വാദി പാർട്ടിക്ക് 2 സീറ്റുകളിൽ ആണ് ഉത്തർപ്രദേശിൽ വിജയിക്കാനായിട്ട് സാധിക്കുക. ഈ 10ാം സീറ്റിൽ ഇരു പാർട്ടികളും തമ്മിൽ നടക്കുന്ന മത്സരമാണ് ഏറെ ശ്രദ്ധേയമായിട്ട് മാറാനായിട്ട് പോകുന്നത്. നിലവിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ടുള്ള സമാജ്വാദി പാർട്ടി വിശ്വസിക്കുന്നത് അതിന്റെ ആനുകൂല്യം അവർക്ക് ലഭിക്കും എന്നുള്ളതാണ്. ഇത് വളരെ ശക്തമായിട്ടുള്ള ഒരു മത്സരം ഉത്തർപ്രദേശിൽ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ക്രോസ് വോട്ട് അടക്കം ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് BJP ഉള്ളത്. കർണാടകയിലെ 4ൽ 3 എണ്ണത്തിൽ നാല് സീറ്റിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിൽ 3 എണ്ണം കോൺഗ്രസിനും 1 എണ്ണം BJPക്കും സ്വാഭാവികമായിട്ടും ലഭിക്കും. പക്ഷെ അവിടെ രസകരമായിട്ടുള്ള ഒരു കാര്യം, ദളിന്റെ ഭാഗമായിട്ടുള്ള ഒരു 5ാമതൊരു സ്ഥാനാർത്ഥി കൂടി കർണാടകയിൽ മത്സരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ക്രോസ് വോട്ടാണ് അവരും പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ ഉപമുഖ്യമന്ത്രി ശിവകുമാർ ഇക്കാര്യം പറയുകയും ചെയ്തിരുന്നു. അവിടെ ഉള്ള ഈ ക്രോസ് വോട്ട് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇവർ ഇത്തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിയെ ഫീൽഡ് ചെയ്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും വളരെ ശ്രദ്ധ അർഹിക്കുന്ന ഒരു മത്സരം ഇന്ന് നടക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഹിമാചൽ പ്രദേശിലെ 68 അംഗ നിയമസഭയിൽ ഒരു സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ 35 ഒന്നാം മുൻഗണനാ വോട്ടുകളാണ് ആവശ്യമായിട്ടുള്ളത്. അവിടെ കോൺഗ്രസിന് 40ഉം BJPക്ക് 25 MLAമാരുമാണ് ഉള്ളത്. കോൺഗ്രസിന്റെ അഭിഷേക് മനു സിംഗ്വി തെരഞ്ഞെടുക്കപ്പെടാനായിട്ടുള്ള സാധ്യതയാണ് നിൽക്കുന്നത്. അവിടെ ഹർഷ് മഹാജൻ ആണ് BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. പ്രതി ശരി, R രാധാകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്നും. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികളുടെ ശിക്ഷ വർദ്ധിപ്പിക്കണമെന്ന ഹർജിയിൽ ഹൈക്കോടതി ഇന്നും വാദം കേൾക്കും. വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ കാരണങ്ങൾ ബോധിപ്പിക്കാനുണ്ടോ എന്ന് പ്രതികളോട് ഹൈക്കോടതി ഇന്നലെ ആരാഞ്ഞിരുന്നു. നിരപരാധികളാണെന്നും ശിക്ഷ വർദ്ധിപ്പിക്കരുതെന്നും പ്രതികൾ ആവശ്യപ്പെട്ടു. കുടുംബത്തിലെ ബുദ്ധിമുട്ടുകളും ആരോഗ്യസ്ഥിതിയും പ്രതികൾ അറിയിച്ചു. 14 പ്രതികളിൽ 11 പേരും ഇന്ന് കോടതിയിൽ നേരിട്ട് ഹാജരാകും. ആരോഗ്യ കാരണങ്ങളാൽ 12ാം പ്രതി ജ്യോതി ബാബു ഓൺലൈനായി ഹാജരാകും. മാസപ്പടി വിവാദത്തിൽ മാത്യു കുഴൽനാടൻ MLAയുടെ 3ാം വാർത്താ സമ്മേളനത്തോടെ വിഷയം വീണ്ടും ചൂടുപിടിക്കുകയാണ്. CMRLന്റെ ഉപകമ്പനിയായ KREMLന്
പരിധിയിലധികം ഭൂമി കൈവശം വയ്ക്കാൻ മുഖ്യമന്ത്രി ഒത്താശ ചെയ്തെന്നാണ് മാത്യു കുഴൽനാടൻ ഇന്നലെ ആരോപിച്ചത്. വിവിധ രാഷ്ട്രീയ കക്ഷികൾക്കായി CMRL നൽകിയ 135 കോടി രൂപയുടെ സിംഹഭാഗവും ലഭിച്ചത് PV എന്ന പിണറായി വിജയനാണെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞിരുന്നു. മന്ത്രിമാരായ P രാജീവിനെയും MB രാജേഷിനെയും മാത്യു കുഴൽനാടൻ പരസ്യ സംവാദത്തിന് വെല്ലുവിളിച്ചു. അങ്ങോട്ട് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയ ശേഷം സംവാദമാവാം എന്നാണ് മന്ത്രി P രാജീവ് അതിന് മറുപടി നൽകിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിലാണ് ആരോപണ പ്രത്യാരോപണങ്ങൾ ഇപ്പോൾ രൂക്ഷമാകുന്നത്. ശബരിമല മേൽശാന്തി നിയമനത്തിന് മലയാളി ബ്രാഹ്മണർ അല്ലാത്തവരെയും പരിഗണിക്കണമെന്ന ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. ജസ്റ്റിസ് അനിൽ K. നരേന്ദ്രൻ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് വിധി പറയുക. മേൽശാന്തിയായി മലയാളി ബ്രാഹ്മണർ മാത്രം മതിയെന്നാണ് വ്യവസ്ഥ. ദേവസ്വം ബോർഡിന്റെ ഈ വ്യവസ്ഥ വിവേചനമാണെന്നാണ് ഹർജിക്കാരുടെ വാദം. ശബരിമല മേൽശാന്തി തസ്തികയിലേക്കുള്ള ഹർജിക്കാരുടെ അപേക്ഷകൾ മലയാള ബ്രാഹ്മണൻ അല്ല എന്ന കാരണത്താൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തള്ളിയിരുന്നു. തിരുവനന്തപുരം നേമത്ത് വീട്ടിലെ പ്രസവത്തിനിടെ അമ്മയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ 2ാം പ്രതി രജീനയെ പിടികൂടാൻ കഴിയാതെ പോലീസ്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് 1ാം പ്രതി നയാസിന്റെ ആദ്യ ഭാര്യയായ റജീനയെ പ്രതി ചേർത്തത്. മരിച്ച ഷമീറയെ അക്യുപങ്ക്ചർ ചികിത്സയ്ക്ക് വിധേയനാക്കാൻ റജീനയും നിർബന്ധിച്ചു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. പോലീസ് അന്വേഷണം ശക്തമാക്കിയതോടെയാണ് റജീന ഒളിവിൽ പോയത്. മരിച്ച യുവതിയുടെ ഭർത്താവും അക്യുപങ്ക്ചറിസ്റ്റ് ഷിഹാബുദ്ദീനും നിലവിൽ റിമാൻഡിലാണ്. റജീന കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. സമരത്തിനിടെ കർഷകൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം തുടരുകയാണ് കർഷകർ. ശംഭു ഖനൌരി അതിർത്തികളിൽ ക്വിറ്റ് WTO മുദ്രാവാക്യം ഉയർത്തിയാണ് പ്രതിഷേധം. കൊല്ലപ്പെട്ട കർഷകൻ ശുഭ്കരൺ സിംഗിന്റെ മൃതദേഹം ഇതുവരെ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടില്ല. ഹരിയാന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുന്നതുവരെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യില്ലെന്ന ഉറച്ച നിലപാടിലാണ് കർഷകർ. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ CPIM കൗൺസിലർമാരായ അനൂപ് ഡേവിസ് കാടയെയും മധു അമ്പലപുരത്തെയും ED ഇന്നും ചോദ്യം ചെയ്യും. 2ാം ഘട്ട അന്വേഷണത്തിന്റെ ഭാഗമായാണ് നടപടി. ഇരുവരോടും വീണ്ടും ഹാജരാകണമെന്ന് ED ആവശ്യപ്പെട്ടിരുന്നു. കേസിലെ പ്രധാന പ്രതിയായ സതീഷ് കുമാറുമായി ഇവർക്ക് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നതായി EDക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രതിയായ PR അരവിന്ദാക്ഷനുമായി അനൂപ് ഡേവിസ് കാടയ്ക്ക് അടുത്ത ബന്ധം ഉണ്ടായിരുന്നുവെന്നും EDക്ക് മൊഴി ലഭിച്ചിരുന്നു. സംസ്ഥാനത്ത് ഇന്ന് 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. കൊല്ലം, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം, എറണാകുളം, തൃശൂർ, കണ്ണൂർ ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കേരള, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരപ്രദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഹയർ സെക്കൻഡറി അധ്യാപകരുടെ സ്ഥലം മാറ്റ ഉത്തരവ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ സ്റ്റേ ചെയ്തതോടെ പാതിവഴിയിൽ കുടുങ്ങിയിരിക്കുകയാണ് 300-ലേറെ അധ്യാപകർ. മാർച്ച് 1 വാർഷിക പരീക്ഷ തുടങ്ങുന്നതിനാൽ സ്ഥലം മാറ്റം ലഭിച്ച ഉടനെ ജോലി ചെയ്യുന്ന സ്കൂളുകളിൽ നിന്ന് വിടുതൽ വാങ്ങിയ അധ്യാപകരാണ് പ്രതിസന്ധിയിലായത്. ഈ മാസം 16-നാണ് ഹയർ സെക്കൻഡറി അധ്യാപകരുടെ സ്ഥലം മാറ്റ ഉത്തരവ് സർക്കാർ നൽകുന്നത്. ഔട്ട് സ്റ്റേഷൻ വെയിറ്റേജിൽ മാനദണ്ഡങ്ങൾ മാറ്റണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ഓഗസ്റ്റിൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ വിധിയുണ്ടായിരുന്നു. ഇത് നിലനിൽക്കെ അധ്യയന വർഷം അവസാനിക്കുന്ന സമയത്തുള്ള സ്ഥലം മാറ്റം ചോദ്യം ചെയ്ത് അധ്യാപകർ നൽകിയ പരാതിയിലാണ് ഈ മാസം 22-ന് സ്ഥലം മാറ്റം സ്റ്റേ ചെയ്തുള്ള ഉത്തരവ് ട്രൈബ്യൂണലിൽ നിന്നുണ്ടാകുന്നത്. അതേസമയം സ്ഥലം മാറ്റ ഉത്തരവ് വന്നയുടനെ നിലവിൽ ജോലി ചെയ്യുന്ന സ്കൂളുകളിൽ നിന്ന് വിടുതൽ വാങ്ങിയ അധ്യാപകരാണ് ഇപ്പോൾ പെരുവഴിയിലായിരിക്കുന്നത്. കോടതി അലക്ഷ്യമാകുമെന്നതിനാൽ സ്ഥലം മാറ്റം ലഭിച്ച സ്കൂളുകളിൽ ചേരാനാവില്ല. സർവീസ് ബ്രേക്ക് ഉൾപ്പെടെയുള്ള ആശങ്കയുയർന്നതോടെ അധ്യാപകരോട് ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിൽ റിപ്പോർട്ട് ചെയ്യാനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം. ട്രിബ്യൂണൽ ഉത്തരവ് റദ്ദാക്കാൻ സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിട്ടുണ്ട്. 24 കൊച്ചി. പതിറ്റാണ്ടുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ കാസർഗോഡ് കോട്ടിക്കുളം റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമാകുന്നു. സംസ്ഥാനത്ത് റെയിൽവേ പ്ലാറ്റ്ഫോം 2ആയി മുറിക്കുന്ന ഏക ക്രോസിംഗ് ആണ് കോട്ടിക്കുളം. റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമുകൾക്ക് നടുവിലൂടെ ഒരു പാത. കേൾക്കുമ്പോൾ സംഭവം കൊള്ളാമെന്നൊക്കെ തോന്നും. എന്നാൽ ഇതാണ് സ്ഥിതി. വാഹനങ്ങൾക്കും യാത്രക്കാർക്കും റെയിൽവേ ഗേറ്റിന് മുന്നിൽ കാത്തിരിപ്പ്.
ട്രെയിൻ നിർത്തിയാൽ കടന്നുപോയാൽ കാത്തിരിപ്പ് തുടരും. മേൽപ്പാലം വേണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. 40 വർഷത്തോളമായി ഇതിൻ്റെ ഒരു പ്രവർത്തനം, ഇവിടെ ഒരു പാലം വേണമെന്നുള്ള ആശയം ഉദിച്ചിട്ട് ജനങ്ങൾ നിരന്തരമായി പോരാടി സമരം ചെയ്തു. അങ്ങനെ ഒടുവിൽ അനുമതി കിട്ടിയിട്ട് 20 വർഷങ്ങൾ കൂടുതലായി. ഒടുവിൽ യാഥാർത്ഥ്യമായതിൽ സന്തോഷം. പണ്ട് മുതലേ എങ്ങനെയാണ് എനിക്കറിയാനായപ്പോഴേ എങ്ങനെയുണ്ട്. മിക്ക ദിവസവും ഇത് ക്ലോസ് ആയിട്ടുണ്ടാവും, ഗേറ്റ് അടച്ചിട്ടുണ്ടാവും, വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കാൻ പറ്റത്തില്ല. സന്തോഷമുണ്ട്, വെരി എൻജോയ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മേൽപ്പാലത്തിന് തറക്കല്ലിട്ടു. 44.12 കോടി രൂപയുടെ പദ്ധതി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തുല്യമായി ചിലവ് വഹിക്കും. 24 കാസർഗോഡ്. ഇതോടെ പ്രഭാത വാർത്ത പൂർത്തിയാവുന്നു.